മമ്മൂട്ടി എന്ന മനുഷ്യൻ എവിടെ പോയി? എവിടെ പോയി? മമ്മൂട്ടി എവിടെ പോയി? എത്ര മാസങ്ങളായി കാണാതായിട്ട്. ഇനി അദ്ദേഹം പുതിയ ചിത്രങ്ങളിലൊന്നും അഭിനയിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ തരത്തിലുള്ള വാർത്തകളൊക്കെ, വ്യാജ വാർത്തകളൊക്കെ ഇങ്ങനെ നിറയെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കൂണുകൾ പൊട്ടിമുളയ്ക്കുന്നത് പോലെ വേഗത്തിൽ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ എന്താണ് ഉദ്ദേശമെന്ന് ഒരിക്കലും മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. വിമർശനങ്ങൾ ഒരു വഴിയേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ വിമർശനങ്ങൾ എന്ത് തന്നെയായാലും അതൊന്നും മമ്മൂട്ടി എന്ന മനുഷ്യനെ ബാധിക്കപ്പെടുന്നില്ല. അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള സിനിമകൾ ഒരുപാടുണ്ട്, ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഇനി അദ്ദേഹത്തിന് ഒന്നും പുതിയതായിട്ട് ചെയ്യാനില്ല എങ്കിലും അദ്ദേഹം പരീക്ഷണ അടിസ്ഥാനത്തിൽ ഓരോ ചിത്രങ്ങൾക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓരോ ചിത്രങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ. വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള രുചികൾ, അതെല്ലാം നമ്മുടെ മലയാളികളായിട്ടുള്ള പ്രേക്ഷകർക്ക് നൽകണമെന്നുള്ള ഒരു മുഖ്യമായിട്ടുള്ള ധാരണ അദ്ദേഹത്തിനുണ്ട്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയവും. അപ്പോൾ കളങ്കാവൽ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിൽ സൈനയുടെ മോഹനായിട്ട് മമ്മൂക്ക മാറുമ്പോൾ നമുക്ക് ഒരു പുതുപുത്തൻ കഥാപാത്രത്തെ മലയാളത്തിൽ ലഭിക്കും. അപ്പൊ ആ ചിത്രം റിലീസിനായി ഒരുങ്ങിയിരിക്കുകയാണ്. ഇതാ കടന്നു വരാൻ പോകുകയാണ്. ഈ ചിത്രത്തിൽ വിനായകൻ നായകനാകുന്നു, മമ്മൂട്ടി വില്ലനാകുന്നു. അതൊക്കെ പ്രത്യേകതകളാണ്. 20ഓളം സ്ത്രീകളെ മമ്മൂക്ക ഇതിൽ കൊല്ലുന്നുണ്ട്. അപ്പോൾ ആ നായികമാർ ആരെല്ലാമാണ്? മീര ജാസ്മിൻ, രജീഷ വിജയൻ, ഗായത്രി അരുൺ, ഇവരുടെ പേരുകളൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇനിയും നടിമാര് ഉണ്ടാകാം. 20ഓളം നായികമാരുണ്ടല്ലോ. അപ്പോൾ അവരെയൊക്കെ ഏത് വിധത്തിൽ എങ്ങനെയൊക്കെയാണോ കൊല്ലുന്നത്? അത്ര ഭയാനകമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ സിനിമയിൽ ഉണ്ടാകുമോ? എൻ്റെ പൊന്നടവേ, അതിനുവേണ്ടി കാത്തിരിക്കുന്നു. ഏതിനു വേണ്ടി? കളങ്കാവൽ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിന് വേണ്ടി. നവാഗതനായിട്ടുള്ള ജിതിൻ കെ ജോസ് ആണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്.